നമസ്കാരം. മിഡീസ് ടവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള റേറ്റിംഗിൽ 3 ഗൾഫ് രാജ്യങ്ങൾ പിന്നിലേക്ക്. മൂടി നിക്ഷേപക സ്ഥാപനം നടത്തിയ റേറ്റിംഗിൽ സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ രാജ്യങ്ങളുടെ പദവിയിൽ കുറവ്. നടപടി എണ്ണവില തകർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി. നിയമവിരുദ്ധ ടാക്സികൾക്കെതിരെ അബുദാബിയിൽ നടപടി ശക്തമാക്കി. പിടികൂടുന്ന വ്യാജ ടാക്സി ഡ്രൈവർക്ക് 30,000 ദിർഹം പിഴ ഈടാക്കി നാടുകടത്തും. കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന നിയമത്തിന് അന്തിമ രൂപമാകുന്നതായും അധികൃതർ. സൗദിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സംവിധാനങ്ങൾക്ക് നേരെ ഹാക്കിംഗ് ശ്രമം. അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഇമെയിൽ മുഖേന ആക്രമണം നടത്തിയതായി നാഷണൽ സെന്റർ ഫോർ ഇലക്ട്രോണിക് സെക്യൂരിറ്റി. ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചതായി അധികൃതർ. കുവൈറ്റിൽ സർക്കാർ ആശുപത്രികളിലെ വിദേശ നഴ്സുമാരുടെ അവധി വർദ്ധിപ്പിക്കുന്നു. സ്വദേശികളെപ്പോലെ ആഴ്ചയിൽ അവധി 2 ദിനമാക്കിയേക്കും. ഇരട്ട അവധി പരിഗണനയിലെന്ന് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി. വാർത്തകളിലേക്ക് വിശദമായി. നിയമവിരുദ്ധ ടാക്സി സർവീസുകൾക്കെതിരെ അബുദാബിയിൽ നടപടികൾ ശക്തമാക്കി. പിടികൂടുന്ന വ്യാജ ടാക്സി ഡ്രൈവർക്ക് 30,000 പിഴ ചുമത്താനും നാടുകടത്താനുമാണ് അബുദാബിയുടെ തീരുമാനം. ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവന്നത്. കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന നിയമത്തിന് അന്തിമ രൂപം നൽകി വരികയാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സൗദിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്യൂട്ടി പാർലറുകളിൽ വിദേശി വനിതകൾക്ക് ജോലി ചെയ്യാൻ തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം അനുമതി നൽകി. സ്വദേശി വനിതകൾക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്താൻ നിശ്ചയിച്ച ഈ മേഖലയിൽ അധികരിച്ച വനിതാ തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ചാണ് വിദേശി വനിതകൾക്ക് മന്ത്രാലയം അനുമതി നൽകുന്നത്. വിദേശികളുടെ ആശ്രിത വിസയിലുള്ള വനിതകൾക്കും ഇത്തരത്തിൽ ജോലിയിൽ പ്രവേശിക്കാമെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് ബിൻ സാദ് അൽ ഹഖബാനി പറഞ്ഞു. ബ്യൂട്ടി പാർലർ സ്ഥാപനങ്ങൾ നിരവധി വനിതാ ജോലിക്കാരെ ആവശ്യമുള്ള മേഖലയാണ്. ഇത്രയധികം വിസ വിദേശത്തേക്ക് അനുവദിക്കുന്നതിന് പകരം രാജ്യത്ത് നിലവിലുള്ള ആശ്രിത വിസയിൽ കഴിയുന്ന പരിചയസമ്പന്നരായ വനിതകളെ ഉപയോഗപ്പെടുത്തുന്നത് വിസയുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭർത്താക്കന്മാരുടെ കൂടെ സൗദിയിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി മലയാളികൾക്ക് തീരുമാനം ഗുണം ചെയ്യും. കുവൈറ്റിൽ സർക്കാർ ആശുപത്രികളിലെ വിദേശ നഴ്സുമാർക്ക് ആഴ്ചയിൽ 2 വീതം അവധി ലഭിച്ചേക്കും. സ്വദേശികളായ നഴ്സിംഗ് ജീവനക്കാരെ പോലെ വിദേശി നഴ്സുമാർക്കും ഇരട്ട അവധി ആനുകൂല്യം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ അൽ ഹറബി പറഞ്ഞു. നഴ്സിംഗ് ദിനാചരണത്തിന്റെ ഭാഗമായി കുവൈറ്റ് നഴ്സസ് ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് അണ്ടർ സെക്രട്ടറി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മുബാറക്കുൽ കബീർ ആശുപത്രിയിലാണ് 2013 മുതൽ പരീക്ഷണാർത്ഥം നഴ്സുമാർക്ക് ഇരട്ടാവധി തുടങ്ങിയത്. സ്വദേശികളായ നഴ്സുമാർക്ക് മാത്രമായിരുന്നു ആഴ്ചയിൽ 2 ദിവസം വിശ്രമ ദിനമായി അനുവദിച്ചത്. ഇത് ആശുപത്രി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മറ്റ് സർക്കാർ ആശുപത്രികളിലും കുവൈത്തി നഴ്സുമാർക്ക് ഈ ആനുകൂല്യം നൽകാൻ മന്ത്രാലയം ഈയിടെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വിദേശി നഴ്സുമാർക്കും 2 വിശ്രമദിനം അനുവദിക്കാൻ അധികൃതർ ആലോചിക്കുന്നത്. 22,000 നഴ്സുമാരാണ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വിവിധ ആശുപത്രികളിലായി സേവനമനുഷ്ഠിക്കുന്നത്. ഇതിൽ സ്വദേശികൾക്ക് മാത്രം അനുവദിച്ച ഇരട്ടാവധി ആനുകൂല്യം അടുത്ത ഘട്ടങ്ങളിൽ മറ്റു GCC രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്കും തുടർന്ന് പൗരത്വരഹിതർക്കും 4ാം ഘട്ടത്തിൽ ഇതര വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്കും അനുവദിക്കുമെന്ന് ഡോക്ടർ ജമാൽ അൽ ഹർബി പറഞ്ഞു. നിലവിൽ ദിവസം 3 ഷിഫ്റ്റുകളിലായാണ് കുവൈത്തിലെ ആശുപത്രികളിൽ നഴ്സുമാരുടെ ജോലി. ഷിഫ്റ്റ് മാറുന്നതിനനുസരിച്ച് 7 മുതൽ 9 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടതായുണ്ട്. അന്താരാഷ്ട്ര മാനദണ്ഡപ്രകാരം ആഴ്ചയിൽ പരമാവധി 40 മണിക്കൂറാണ് നഴ്സുമാരുടെ ജോലി സമയം. എന്നാൽ കുവൈത്തിൽ ഇത് 50 മണിക്കൂർ വരെയാകുന്നതായി നഴ്സസ് അസോസിയേഷൻ ഈയിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണ ശ്രമമുണ്ടായതായി നാഷണൽ സെന്റർ ഫോർ ഇലക്ട്രോണിക് സെക്യൂരിറ്റി വ്യക്തമാക്കി. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇമെയിൽ മുഖേന ഫിഷിംഗ് സ്വഭാവത്തിലാണ് ആക്രമണത്തിന് ശ്രമിച്ചത്. ഇലക്ട്രോണിക് ആക്രമണത്തിനെതിരെ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചതായും ആക്രമണ സാധ്യതയുള്ള സർക്കാർ സ്ഥാപനങ്ങളെയും ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചതായും സെന്റർ അധികൃതർ പറഞ്ഞു. ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂടി നിക്ഷേപക സ്ഥാപനം സൗദി അറേബ്യ ഉൾപ്പെടെ 3 ഗൾഫ് രാജ്യങ്ങളുടെ പദവിയിൽ കുറവ് വരുത്തി. എണ്ണവില തകർച്ചയുടെ സാഹചര്യത്തിൽ പ്രതികൂല സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് തീരുമാനം. സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുടെ റേറ്റിംഗിലാണ് ഏജൻസി കുറവ് വരുത്തിയത്. രാജ്യത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയാണ് ഈ നടപടി. സൗദി അറേബ്യയുടെ റേറ്റിംഗ് AA3 നിന്ന് A1 ആയാണ് കുറച്ചിരിക്കുന്നത്. എണ്ണവില തകർച്ച മൂലം രാജ്യത്തിന്റെ വായ്പാ തിരിച്ചടവ് ക്ഷമതയിൽ ഇടിവ് സംഭവിച്ചതായി ആഗോള റേറ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. വളർച്ചാ നിരക്കിലെ ഇടിവ്, വായ്പാ നിരക്കിലെ വർധന എന്നിവയും റേറ്റിംഗ് കുറയ്ക്കുന്നതിന് ആധാരമായിട്ടുണ്ട്.
കാതലായ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ സർക്കാർ വക ചെലവുകൾ അധികരിക്കുമെന്ന മുന്നറിയിപ്പും ആഗോള റേറ്റിംഗ് ഏജൻസി നൽകുന്നുണ്ട്. എണ്ണ ഇതര മേഖലകളിൽ വൻ വികസനം ലക്ഷ്യമിട്ട് സൗദി അറേബ്യ അടുത്തിടെ പ്രഖ്യാപിച്ച വിഷൻ 2030 പദ്ധതി സമ്പദ്ഘടനയ്ക്ക് എത്ര കണ്ട് കരുത്തായി മാറുമെന്ന് ഏജൻസി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. സൗദിയുടെ ബജറ്റ് കമ്മി നടപ്പ് സാമ്പത്തിക വർഷവും തുടരുമെന്നാണ് ഏജൻസി നൽകുന്ന സൂചന. ഒമാൻ റേറ്റിംഗ് A3യിൽ നിന്ന് BAA1 ആയാണ് കുറച്ചിരിക്കുന്നത്. ബഹ്റൈൻ റേറ്റിംഗ് BA1ൽ നിന്ന് BA2 ആയും കുറച്ചിട്ടുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ബഹ്റൈൻ സമ്പദ്ഘടന കൂടുതൽ പ്രതിസന്ധി നേരിട്ടേക്കുമെന്നും ഏജൻസി പറയുന്നു. അതേസമയം UAE, കുവൈത്ത്, ഖത്തർ എന്നിവയുടെ റേറ്റിംഗിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. കുവൈത്ത്, ഖത്തർ എന്നിവയ്ക്ക് AA2 പദവിയാണുള്ളത്. സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തുടരുകയും സർക്കാർ വക ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും വേണമെന്ന് IMF നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. MCA നാസർ, മീഡിയ 1, ദുബൈ. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി സാമ്പത്തിക വിദഗ്ധൻ സജിത് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സജിത് കുമാർ, ഈ എണ്ണവില തകർച്ച മാത്രം പരിഗണിച്ചാണോ ഇത്തരത്തിൽ മൂഡീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി വന്നിരിക്കുന്നത്? ഇതിനകത്ത് മൂഡിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു മാർച്ച് തൊട്ട് തന്നെ അവര് GCCയുടെ ഏകദേശം 26 ബാങ്കുകളെ ആണ് അവരുടെ ഒരു റേറ്റിംഗ് ആക്ഷന് വേണ്ടിയിട്ടുള്ള റിവ്യൂവിൽ പരിഗണിച്ചിരുന്നത്. അതായത് എല്ലാ GCCയിലെ മേജർ ആയിട്ടുള്ള ബാങ്കുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഓയിൽ പ്രൈസ് സാരമായിട്ട് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് ഗവൺമെന്റിന് വരുന്ന പ്രഷറുകൾ, അതുപോലെ തന്നെ ബാങ്കുകളുടെ ഓപ്പറേഷൻസിന് ആ ഒരു കണ്ടീഷൻ വീക്കായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, പിന്നെ രാജ്യങ്ങളുടെ ആ ഒരു ഗ്രോത്തിൽ വരുന്ന ഒരു കുറവ്, പിന്നെ ഡെബിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹയർ ലെവലിൽ വരുന്നുണ്ട്. ഇപ്പോൾ സൗദിയുടെ തന്നെ നേരത്തെ ആ ഒരു റിസർവിൽ വന്ന ഒരു കുറവ്, അതായത് $746 ബില്യൺ ഉണ്ടായിരുന്നത് ഏകദേശം $130 ബില്യൺ ഈ 2 വർഷം കൊണ്ട് കുറവ് വന്നിട്ട് $616 ബില്യൺ ആയിട്ട് കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഈ എല്ലാ രാജ്യങ്ങളുടെയും ആ റിസർവ് കുറയുന്ന സാഹചര്യം ഇത്രയും ഒരു കൺസിഡർ ചെയ്തിട്ടാണ് ഇന്നിപ്പോ ഒരു മൂഡീസിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റിവ്യൂ ആണ് ഉണ്ടായിരുന്നത്. അതൊരു പുതിയ ഒരു മെത്തോഡോളജിയിലായിരുന്നു ഈ ഒരു റിവ്യൂ നടത്തിയിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു കുറവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദിയും ബഹ്റൈനും ഒമാനും ഇതിൽ 2 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ളത്. അത് സൗദിയും ഒമാനുമാണ്. എന്നാൽ ബഹ്റൈനും കുവൈറ്റും ഖത്തറും UAEയും നെഗറ്റീവ് ആയിട്ട് തന്നെയാണ്, അതായത് ആ ഡെറ്റിന്റെ ആ ഒരു ആക്കം കൂടുതലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേരത്തെ IMFും അതുപോലെ തന്നെ വേൾഡ് ബാങ്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ആ ഒരു കോസ്റ്റ് കട്ടിങ് അനിവാര്യമായിട്ട് എല്ലാ GCC രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ സൗദി വിഷൻ 2030, അതുപോലെ UAE കഴിഞ്ഞ വർഷം തന്നെ 2020-2030 വിഷൻസിന്റെ ആ ഒരു പദ്ധതികൾ വന്നിട്ടുണ്ട്. അത് വന്നിട്ട് അതിന്റെ നടപ്പാക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഈ ഒരു കടബാധ്യതകളെ മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിന്റെ ആ ഒരു ഫ്യൂച്ചറിലെ ഒരു ഈ ഇതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് മാത്രമായിട്ടാണ് ഇപ്പൊ ഈ 2 രാജ്യങ്ങൾ, അതായത് സൗദിയും UAEയുടെയും ഒരു ചാൻസസ് ഇപ്പൊ കാണുന്നത്, അപ്ഗ്രേഡിനുള്ള ഒരു ചാൻസസ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ടാക്സ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ പുതിയ സമ്പ്രദായങ്ങൾ ഏതെല്ലാം രീതിയിൽ പോസിറ്റീവായിട്ട് ഈ GCC രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദിക്കും UAEയിലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നോക്കി നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ഈ കാതലായ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ സർക്കാർ ചെലവുകൾ അധികരിക്കുമെന്ന മുന്നറിയിപ്പും മൂഡി നൽകുന്നുണ്ട്. അതിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തേണ്ടത് ആ മുന്നറിയിപ്പിനെ? തീർച്ചയായിട്ടും ഇതിനകത്ത് കോസ്റ്റ് കട്ടിങ് എന്നുള്ള ഇപ്പൊ സബ്സിഡി എല്ലാം ഓയിലിന്റെ സബ്സിഡി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ റവന്യൂ ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെർജേഴ്സ് പല പ്രൊജക്ടുകളും ഗവൺമെന്റ് പ്രൊജക്ടുകളിൽ എല്ലാം മെർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിനകത്ത് തന്നെയാണ് ഈ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളും ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. ഇപ്പൊ ആ കോസ്റ്റ് കട്ടിങ് ഇനിയും തുടരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു മൂഡിയുടെ ഒരു ഡൗൺഗ്രേഡിലും ഇപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അവസരം തന്നെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ സജിത് കുമാർ. ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂഡി നിക്ഷേപക സ്ഥാപനം സൗദി അറേബ്യ ഉൾപ്പെടെ ബഹ്റൈൻ ഉൾപ്പെടെ 3 ഗൾഫ് രാജ്യങ്ങളുടെ പദവിയിൽ കുറവ് വരുത്തിയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു സാമ്പത്തിക വിദഗ്ധൻ സജിത് കുമാർ. മറ്റു വാർത്തകളിലേക്ക്. ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് 15 മിനിറ്റ് കൊണ്ടെത്താവുന്ന സ്വപ്ന പദ്ധതി 2021 യാഥാർത്ഥ്യമായേക്കും.
ഹൈപ്പർ ലൂപ്പ് എന്ന പുതിയ ഗതാഗത സംവിധാനം വിജയകരമായി പരീക്ഷിച്ച സാഹചര്യത്തിൽ പദ്ധതി UAE-യിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ച സജീവമായി. ഇലക്ട്രോമാഗ്നറ്റിക് സംവിധാനം ഘടിപ്പിച്ച കുഴലിലൂടെ അതിവേഗത്തിൽ വാഹനം പായിക്കുന്ന സാങ്കേതികവിദ്യയാണ് ഹൈപ്പർ ലൂപ്പ്. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് ആസ്ഥാനമായ കമ്പനി നെവാദ മരുഭൂമിയിൽ ഈ സംവിധാനം ആദ്യമായി പരീക്ഷിച്ചു. പരീക്ഷണഘട്ടത്തിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത്തിലാണ് വാഹനം പാഞ്ഞത്. ഇത് ഇനിയുമേറെ മെച്ചപ്പെടുത്താൻ കഴിയും. റോക്കറ്റ് നിർമ്മാതാവായ എലാൻ മസ്കിന്റെ ആശയമാണ് ഹൈപ്പർ ലൂപ്പിലേക്ക് എത്തിയത്. ഈ സംവിധാനത്തിലൂടെ 2020 ചരക്ക് ഗതാഗതവും 2021 യാത്രയും ആരംഭിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ഈ സംവിധാനം ആദ്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലൊന്ന് UAE ആണ്. ഹൈപ്പർ ലൂപ്പിലൂടെ ദുബൈക്കും അബുദാബിക്കുമിടയിലെ 130 കിലോമീറ്റർ 15 മിനിറ്റിൽ താണ്ടാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ദുബൈയിൽ നടന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിൽ പദ്ധതി അവതരിപ്പിച്ചിരുന്നു. മീഡിയ 1 ദുബായ്. ദുബായ് ബിസിനസ് ബേ മേഖലയിൽ നടപ്പാക്കുന്ന രണ്ടാം ഘട്ട സമാന്തര റോഡ് പദ്ധതിക്ക് RTA കരാർ നൽകി. 33.5 കോടി ദിർഹം ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക. ആദ്യഘട്ട നിർമ്മാണം അടുത്ത വർഷം അവസാനം പൂർത്തിയാക്കാനാണ് കരാർ. ബിസിനസ് ബേയിലെ അൽസായദ സ്ട്രീറ്റിനെ മെയ്ദാൻ സ്ട്രീറ്റുമായി മേൽപ്പാലങ്ങളിലൂടെയും അടിപ്പാതകളിലൂടെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നും 2018 ആദ്യപാദത്തിൽ പൂർത്തിയാക്കുമെന്നും RTA ചെയർമാൻ മത്താർ അൽ തായർ പറഞ്ഞു. അൽസായദ സ്ട്രീറ്റിനെയും മെയ്ദാൻ സ്ട്രീറ്റിനെയും ബന്ധിപ്പിച്ച് 2 പാലങ്ങളും 3 അടിപ്പാതകളുമാണ് നിർമ്മിക്കുന്നത്. 295 മീറ്ററും 240 മീറ്ററും നീളമുള്ള 2 പാലങ്ങൾക്ക് ഇരുവശങ്ങളിലേക്കും 3 ലൈനുകൾ ഉണ്ടാകും. ആദ്യ അടിപ്പാതയ്ക്ക് 420 മീറ്റർ നീളവും 13 മീറ്റർ വീതിയുമുണ്ടാകും. 2 ലൈനുള്ള രണ്ടാമത്തെ അടിപ്പാതയ്ക്ക് 535 മീറ്റർ നീളവും 21 മീറ്റർ വീതിയുമുണ്ടാകും. ഗോഡോൾഫിൻ കുതിരാലയത്തിലേക്ക് കുതിരകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കുന്നതാണ് മൂന്നാമത്തെ അടിപ്പാത. ഷെയ്ഖ് സായിദ് റോഡിലെ തിരക്ക് കുറയ്ക്കാനാണ് സമാന്തര റോഡ് പദ്ധതിക്ക് RTA തുടക്കം കുറിച്ചത്. മൊത്തം പദ്ധതി പൂർത്തിയാകുമ്പോൾ ഷെയ്ഖ് സായിദ് റോഡിന് സമാന്തരമായി ദുബൈയിൽ നിന്ന് അബുദാബി അതിർത്തി വരെ 108 കിലോമീറ്റർ പാത നിലവിൽ വരും. മീഡിയ 1 ദുബായ്. മിഡിസ്റ്റ് അവർ തുടരുന്നു. പള്ളികളും അവയോട് ചേർന്ന് കുടിവെള്ളത്തിന് സജ്ജീകരിച്ച സൗകര്യങ്ങളും നമസ്കാര സമയം കഴിഞ്ഞാൽ അടച്ചിടണമെന്ന സൗദി ഇസ്ലാമികാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. പള്ളിയിലെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ എടുത്ത തീരുമാനം നടപ്പാക്കാൻ ഇമാമുമാരും മറ്റു ജീവനക്കാരും ശ്രദ്ധിക്കണം. രാസപദാർത്ഥമടങ്ങിയ വെള്ളക്കുപ്പികൾ ചില പള്ളികളിൽ നിന്ന് പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൂക്ഷ്മതക്കുറവ് കാരണം സംഭവിക്കുന്ന വീഴ്ചകൾക്ക് പള്ളിയിലെ ജോലിക്കാർ ഉത്തരവാദികളായിരിക്കും. പരിചയമില്ലാത്തവരിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പള്ളികളിലേക്ക് കുടിവെള്ളം ദാനമായി സ്വീകരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അംഗീകൃത കുടിവെള്ള വിതരണ കമ്പനികളുടെ സീൽ വെച്ച ബോട്ടിലുകളല്ലാതെ പള്ളികളിൽ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. തെരുവു കച്ചവടക്കാരനെ പിടികൂടാനായി പിന്തുടരുകയും അദ്ദേഹത്തെ അടിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റിയാദ് നഗരസഭ വ്യക്തമാക്കി. നിയമം ലംഘിക്കുന്ന തെരുവു കച്ചവടക്കാരെ അടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലെന്ന് നഗരസഭാ വക്താവ് മുഹമ്മദ് ശുബൈമാൻ പറഞ്ഞു. പിക്കപ്പ് വാഹനത്തിൽ ലോഡ് ചെയ്ത തണ്ണിമത്തൻ തെരുവിൽ വിൽപ്പന നടത്തുന്നത് തടയാനെത്തിയ ഉദ്യോഗസ്ഥനെ കണ്ട് വാഹനം ഓടിച്ചു പോയ സ്വദേശിയെ ഉദ്യോഗസ്ഥൻ പിന്തുടർന്ന് പിടികൂടുകയും നടുറോഡിൽ വെച്ച് അടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച സാഹചര്യത്തിലാണ് നഗരസഭയുടെ നടപടി. നഗരസഭയുടെ ചിഹ്നമുള്ള ഔദ്യോഗിക വാഹനത്തിലാണ് ഉദ്യോഗസ്ഥർ സ്വദേശിയെ പിന്തുടർന്നിരുന്നത്. ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം ഇനിയും യാഥാർത്ഥ്യമായില്ലെങ്കിലും വലിയ തെരഞ്ഞെടുപ്പ് ആവേശത്തിലായിരുന്നു പ്രവാസികൾ. പതിവിന് വിപരീതമായി കൂടുതൽ പേർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ കേരളത്തിലെത്തും. ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ് ഇലക്ഷൻ നടക്കാനായി ഏകദേശം 2 മാസത്തിലധികം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായൊരു പ്ലാനിങ്ങിന് പ്രവാസികൾക്ക് അവസരം ലഭിച്ചു. അതുകൊണ്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വളരെ കൂടുതലായിരുന്നു. പ്രചാരണത്തിനും കൂടുതൽ സമയം ലഭിച്ചതിനാൽ 1/2 ഡസനോളം സ്ഥാനാർത്ഥികൾ ഇക്കുറി പ്രചാരണത്തിനായി UAE-യിലെത്തി. മുസ്ലിം ലീഗ് പോഷക സംഘടനയായ KMCC-യുടെ നേതൃത്വത്തിൽ ദുബൈയിൽ നിന്നും അബുദാബിയിൽ നിന്നും വോട്ടർമാർക്കായി ചാർട്ടർ ചെയ്ത വിമാനം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉദുമ മണ്ഡലത്തിലേക്ക് മാത്രമായി മറ്റൊരു വോട്ടുവണ്ടിയും UAE-യിൽ നിന്ന് പറന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സംഘടനകൾ പരസ്പരം മത്സരിച്ചതിനാൽ 23,000-ലധികം പേരാണ് ഇക്കുറി പേര് ചേർത്തത്. വോട്ടഭ്യർത്ഥനയും രാഷ്ട്രീയ പ്രസ്താവനകളുമായി പ്രവാസികൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഗൾഫിലെ ഫിലിപ്പിനോ പ്രവാസികൾ തങ്ങളുടെ എംബസികളിൽ അവരുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർക്ക് വൻതുക വിമാന ടിക്കറ്റിന് മുടക്കി വോട്ട് രേഖപ്പെടുത്തേണ്ടി വരുന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കേരളത്തിൽ കൊട്ടിക്കലാശമായെങ്കിലും പ്രവാസ ലോകത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പരിപാടികൾ തുടരുകയാണ്. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളും സംവാദങ്ങളും പ്രവാസികളിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചൂടും ആവേശവും പകർന്നു നൽകുന്നതാണ്. വോട്ട് ചെയ്യാൻ അവസരമില്ലെങ്കിലും നാട്ടിലെ രാഷ്ട്രീയ പോർക്കളങ്ങളിലേക്ക് തുറന്നുവെച്ച കണ്ണും കാതുമായായിരിക്കും ഓരോ പ്രവാസി മലയാളിയും ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ ജീവിക്കുക. മലയാളിയുടെ ഈ രാഷ്ട്രീയബോധം തന്നെയാണ് പ്രവാസ ലോകത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചാവേദികളെ സജീവമാക്കി നിർത്തുന്നത്. ഫഹാഹിൽ യൂണിറ്റി സെന്ററിൽ KIG സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദം ഇത്തരത്തിലൊന്നായിരുന്നു. കൃത്യമായ പരിപാടിയുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വരുന്നത്. കുടിൽ മുതൽ കൊട്ടാരം വരെ ഒരു ഭരണകൂടത്തിന്റെ കരസ്പർശം എത്തിക്കാൻ UDFന്റെ ഭരണത്തിന് കഴിഞ്ഞു. 24 മാസമായിട്ട് 34 ലക്ഷം ആളുകൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, ഏത് മേഖലകൾക്കും പെൻഷൻ ലഭിക്കുന്നില്ല. കേരള സർക്കാരിനെതിരെ പറയാൻ നിങ്ങൾക്ക് ഏതായാലും അവകാശമില്ല. എല്ലാവരും അവരുടെ നോമിനേഷൻ കൊടുത്ത സ്ഥലത്ത് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിലുള്ള മൂന്നാം മുന്നണി വേണമെന്ന് അവർ പറയുന്നുള്ളൂ. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ള വാഗ്വാദങ്ങളാൽ സമ്പന്നമായിരുന്നു സംവാദം. മൂർച്ചയുള്ള ചോദ്യങ്ങളുമായി സദസ്യരും സജീവമായി തന്നെ ഇടപെട്ടു. പ്രസിഡന്റ് ഫൈസൽ മഞ്ചേരി സംവാദം ഉദ്ഘാടനം ചെയ്തു. സക്കീർ ഹുസൈൻ തൂവൂർ മോഡറേറ്ററായിരുന്നു. PT ഷെരീഫ് സ്വാഗതം പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കേരളത്തിൽ വോട്ട് ചെയ്യാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണമെങ്കിൽ റിയാദിലെ പ്രവാസി മലയാളികൾ ഇതിനകം തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. NRK വെൽഫെയർ ഫോറമാണ് 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് പ്രതീകാത്മകമായി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തിരക്കുകൾക്കിടയിലും റിയാദിലെ നൂറുകണക്കിന് മലയാളികളാണ് പ്രതീകാത്മക തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയത്. പ്രവാസ ലോകത്തു നിന്നും വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കാത്തുള്ള പ്രതിഷേധം കൂടിയായിരുന്നു വോട്ടെടുപ്പിലെ പങ്കാളിത്തം. അൽമദീന ഓഡിറ്റോറിയത്തിൽ പ്രത്യേക പോളിംഗ് സ്റ്റേഷൻ ഒരുക്കിയായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇക്കാമ നമ്പർ രേഖപ്പെടുത്തിയാണ് വോട്ടിംഗ് സ്ലിപ്പ് നൽകിയത്. 140 മണ്ഡലങ്ങളിലെയും ബാലറ്റ് പേപ്പർ 5 ഇലക്ട്രോണിക് മെഷീനുകളിൽ ലഭ്യമാക്കിയിരുന്നു. വർഷങ്ങളായി നാട്ടിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തവർ കുടുംബങ്ങളായെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഞാൻ വോട്ട് ചെയ്തിട്ട് ഏകദേശം 20 വർഷത്തിന് മേലെയായി. സജീവമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ തന്നെ വോട്ട് ചെയ്യാൻ പലപ്പോഴും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവാറില്ല. ഇവിടെ അതിനുള്ള അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. മലയാളി സംഘടനകളുടെ പൊതുവേദിയായ NRK വെൽഫെയർ ഫോറം അൽമദീന ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ചാണ് വോട്ടെടുപ്പ് സംഘടിപ്പിച്ചത്. 19 വോട്ടെണ്ണൽ ദിനത്തിലാണ് പ്രതീകാത്മക തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടത്തുക. എന്നാൽ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട് വെളിപ്പെടുത്തില്ല. പകരം നാട്ടിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിക്കും. ഇതോടൊപ്പം വിവിധ പ്രവചന മത്സരവും ഒരുക്കിയിരുന്നു. വോട്ടെണ്ണൽ ദിനത്തിൽ രാവിലെ 6 മുതൽ ബിഗ് സ്ക്രീനിൽ ഫലപ്രഖ്യാപനവും ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ട്. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. മക്ക മസ്ജിദുൽ ഹറമിൽ കാബയ്ക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്ന താൽക്കാലിക മത്താഫ് പാലം പൂർണ്ണമായും പൊളിച്ചുമാറ്റി. 3 വർഷം മുൻപാണ് 2 നിലകളിലായി താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നത്. മത്താഫ് വികസന ജോലികൾ പൂർണ്ണമാകുന്നതോടെ 1 മണിക്കൂറിൽ 1,07,000 പേർക്ക് ഒരേ സമയം കാബ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കും. മത്താഫ് വികസന ജോലികളുടെ ഭാഗമായി 13 മീറ്റർ ഉയരത്തിലും 12 മീറ്റർ വീതിയിലുമായാണ് താൽക്കാലിക മത്താഫ് പാലം നിർമ്മിച്ചിരുന്നത്. സൗദി ബില്ലാദൻ കമ്പനിയിലെ 80 എഞ്ചിനീയർമാരും 580 തൊഴിലാളികളും 8 ഘട്ടങ്ങളിലായി 35 ദിവസമെടുത്താണ് പാലം പൊളിച്ചുമാറ്റുന്ന ജോലികൾ പൂർത്തിയാക്കിയത്. തീർത്ഥാടകരുടെ ആരാധനാകർമ്മങ്ങൾക്ക് ഒരു തടസ്സവും നേരിടാതെ ആവശ്യമായ സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയായിരുന്നു ജോലികൾ പുരോഗമിച്ചിരുന്നത്. പാലം പൊളിച്ചുമാറ്റിയതോടെ നിലവിൽ താഴെ നിലയിൽ മാത്രം ഏകദേശം 30,000 പേർക്ക് ഒരേ സമയം കാബ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കും. റമദാനിൽ തീർത്ഥാടക തിരക്ക് കണക്കിലെടുത്ത് പാലം പൊളിച്ചുമാറ്റിയ ഭാഗം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ജോലികൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ഖാദിമുൽ ഹറമൈൻ വികസന പദ്ധതിക്ക് കീഴിലെ പുതിയ 4 പാലങ്ങളുടെ പണി കൂടി റമദാനിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നേരത്തെ 48,000 പേർക്ക് പ്രദക്ഷിണം ചെയ്യാൻ സൗകര്യമുണ്ടായിരുന്ന സ്ഥാനത്ത് മത്താഫ് വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതോടെ 1,07,000 പേർക്ക് സൗകര്യമുണ്ടാവും. മത്താഫ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ഉസ്മാനിയ കെട്ടിട ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ജോലികളും ഉടനെ പൂർത്തിയാക്കുമെന്ന് പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഡോക്ടർ വായിൽ സ്വാലി അൽ ഹലബി അറിയിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ 30 അംഗരാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോടെ ഏറ്റവും വലിയ വാണിജ്യ നിക്ഷേപ പ്രദർശനം മെയ് 22 മുതൽ 26 വരെ റിയാദിൽ നടക്കും. സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക വാണിജ്യ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യും. റിയാദ് അന്താരാഷ്ട്ര എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രദർശനത്തിൽ മുസ്ലിം രാജ്യങ്ങളിലെ പ്രമുഖ വാണിജ്യ സംരംഭങ്ങളും വ്യവസായികളും ഉൽപ്പാദകരും പ്രദർശനത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാണിജ്യ നിക്ഷേപ രംഗത്തെ സാധ്യതകളെക്കുറിച്ചുള്ള വിവിധ ചർച്ചകളും പ്രദർശനത്തിന്റെ ഭാഗമായി നടക്കും. മിഡിയസ്റ്റ് അവർ തുടരുന്നു. 48 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളി കുടുംബം തങ്ങളുടെ
വളാഞ്ചേരി സ്വദേശികളായ മമ്മിക്കുട്ടിയും സഹോദരി ഇയ്യാത്തുവും 48 വർഷത്തിനു ശേഷം തങ്ങളുടെ പാകിസ്ഥാനിയായ സഹോദരൻ ഹംസ മരക്കാരെ അബുദാബിയിൽ കണ്ടുമുട്ടുകയായിരുന്നു. 78 വയസ്സുകാരനായ സഹോദരനെ കണ്ടപാടെ 82-കാരിയായ ഇയ്യാത്തുവും 75-കാരനായ മമ്മിക്കുട്ടിയും വിതുമ്പിക്കരഞ്ഞു. വളാഞ്ചേരി തെക്കേപീടിയേക്കൽ TP മരക്കാരൻ്റെയും ഭാര്യ ഉമ്മാത്തുവിൻ്റെയും 6 മക്കളിൽ ഒരാൾ ജീവിതയാത്രയിൽ എപ്പോഴോ പാകിസ്ഥാനിയായി മാറുകയായിരുന്നു. ഇത് എൻ്റെ വാപ്പാൻ്റെ അനുജനാണ്. 65 വർഷം മുന്നേ വളാഞ്ചേരിയിൽ നിന്ന് പശുവിനെ കെട്ടാൻ പോയത്. അപ്പോൾ പാകിസ്ഥാനിലാണ്. ഇപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ ഇങ്ങോട്ട് ദുബായിലേക്ക് എത്തിച്ചതാണ്. എൻ്റെ കുടുംബങ്ങളാണ് ഇവരെല്ലാവരും. പുകയുന്ന അതിർത്തികൾക്കപ്പുറത്ത് പരസ്പരം കാണാൻ കഴിയാതിരുന്ന സഹോദരങ്ങൾക്ക് ഒത്തുചേരാൻ UAE-യിലുള്ള ഇവരുടെ പുതിയ തലമുറയാണ് അവസരമൊരുക്കിയത്. പാകിസ്ഥാനിൽ നിന്ന് ഹംസ മരക്കാരെയും മകൻ റഫീഖിനെയും ഇവർ സന്ദർശക വിസയിൽ അബുദാബിയിലെത്തിച്ചു. മമ്മിക്കുട്ടിയും ഇയ്യാത്തുവുമടക്കം 8 പേരെ കേരളത്തിൽ നിന്നും കൊണ്ടുവന്നു. ഈ അപൂർവ കൂടിക്കാഴ്ചയുടെ കഥ ഇന്ന് രാത്രി മീഡിയ 1 സംപ്രേഷണം ചെയ്യുന്ന വീക്കെൻഡ് അറേബ്യയിൽ കാണാം. മീഡിയ 1 ദുബായ്. ദോഫാർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംബന്ധിക്കാനായി സലാലയിലെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയന് ആവേശകരമായ സ്വീകരണം. ടൂർണമെന്റിൽ മാക്സ് ഇന്റർനാഷണൽ ടീം വിജയികളായി. ഇതാദ്യമായി സലാലയിലെത്തിയ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കറുത്തമുത്തിന് ഫുട്ബോൾ പ്രേമികൾ സ്വീകരണം നൽകി. പ്രവാസ ജീവിതത്തിലെ കുറഞ്ഞ ഒഴിവുവേളകൾ ഫുട്ബോളിനായി മാറ്റിവെക്കുന്ന യുവാക്കളുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥലത്ത് പോയതിൻ്റെ പക്ഷേ ഇത്രയും എൻജോയ്മെൻറ്റ്, ഇത്രയും ആ ഫുട്ബോളിന് ഇൻവോൾവ് ആദ്യമായിട്ടാണ് കാണുന്നത് പുറത്ത് വന്നിട്ട്. അതും സലാലിൽ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. എന്താ പറയുക, ഒരു ഒത്തൊരുമയാണ് ഈ ഫുട്ബോൾ ഇപ്പോൾ ഇത്രയും സലാലിൽ ഇത്രയും ഗ്രേറ്റ് ആയത്. കാരണം ഒരു 3 മാസം ഇവർക്ക് കിട്ടുന്ന ഒരു ഫ്രൈഡേ ആണ്. ഫാമിലിനെ വിട്ടിട്ട് ആ ഫ്രൈഡേ വന്നിട്ട് ഒരു ഫുട്ബോളിൻ്റെ പിന്നാലെ 3 മാസം നടക്കാമെന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യം തന്നെ, വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവരൊരു ആങ്സൈഡാണ് അവർ. അതൊരു യൂത്തിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സപ്പോർട്ടാണ്. നമ്മുടെ അവിടെ ഒന്നും കിട്ടാത്തൊരു ഐക്യമാണ് അവരടുത്തുള്ളത്. ഗൾഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരം വിജയനാണ് കിക്ക് ഓഫ് ചെയ്തത്. ആവേശകരമായ ഫൈനലിൽ മാക്സ് ഇന്റർനാഷണൽ ടീം 1-3 ഗോളുകൾക്ക് ദോഫാർ FCയെ പരാജയപ്പെടുത്തി. എൻടെക് FCയാണ് 3ാം സ്ഥാനക്കാർ. എൻടെക് FCയിലെ ഇസ്മായിലിനെ മാൻ ഓഫ് ദി ടൂർണമെൻറ്റായും മാക്സിലെ സുബൈറിനെ മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുത്തു. ദോഫാർ FCയിലെ മുജീബാണ് ടോപ്പ് സ്കോറർ. വിജയികൾക്ക് IM വിജയനും മൻപ്രീത് സിംഗും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും സമ്മാനങ്ങൾ നൽകി. സബീർ PT, സലീം ബാബു, അയ്യൂബ്, മൻസൂർ, പ്രമേഷ് ബാബു എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. മീഡിയ 1 സലാല. അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ നടത്തുന്ന ഇന്റർ UAE യുവജനോത്സവം മെയ് 26, 27, 28 തീയതികളിൽ നടക്കും. ISCയിലെ 5 വേദികളിൽ 3 ദിവസങ്ങളിലായി 21 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. അബുദാബി ISC സംഘടിപ്പിക്കുന്ന 4ാമത് UAE ഓപ്പൺ ജൂനിയർ സ്ക്വാഷ് ടൂർണമെന്റ് മെയ് 27-ന് സെന്റർ അങ്കണത്തിൽ നടക്കും. വിവിധ വിഭാഗങ്ങളിലായി 100ഓളം കുട്ടികൾ മത്സരരംഗത്തെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒമാനിലെ ഹമരിയയിൽ ട്രക്ക് പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് അപകടമുണ്ടായി. 2 പേർ അപകടത്തിൽ മരിച്ചു. വാഹനമോടിച്ചിരുന്ന ഒമാനിയും കൂടെയുണ്ടായിരുന്ന ബംഗ്ലാദേശ് സ്വദേശിയുമാണ് മരിച്ചത്. മറ്റൊരു ബംഗ്ലാദേശ് സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ വെള്ളം വിതരണം ചെയ്യാനായി പോവുകയായിരുന്ന ഒയാസിസ് ദുബായ് വാട്ടർ കമ്പനിയുടെ ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഹമരിയ പാലത്തിലെ വളവ് തിരിയവേ നിയന്ത്രണം വിട്ട ട്രക്ക് ഭിത്തിയിലിടിച്ച ശേഷം താഴേക്ക് മറിയുകയായിരുന്നു. വീഴ്ചയിൽ ട്രക്ക് പൂർണ്ണമായും തകർന്നു. ഒമാനിൽ മലയാളി യുവാവ് മുങ്ങി മരിച്ചു. കൊല്ലം പുനലൂർ ചാലിയക്കര സ്വദേശി അഖിൽ വാസുദേവാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഒമാനിലെ ബിദായക്ക് സമീപമുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബന്നി ഖാലിദിൽ കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. മീഡിയ അവർ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.